ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലെ പൂച്ചെടികളെ കുറിച്ചുള്ളതാണ്. അപ്പം നമ്മുടെ ഈ ചെടി ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലെ ഏറ്റവും മനോഹരമായിട്ട് നിൽക്കുന്ന ചെടിയാണിത്. അപ്പോൾ ഈ ചെടിയുടെ പേരെന്തെന്ന് അറിയാവുന്നവരെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ വീട്ടിൽ ഒരുപാട് ഇലച്ചെടികളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് എനിക്ക് അറിയില്ലായിരുന്നു. കുറേയൊക്കെ വീഡിയോസിലൊക്കെ നോക്കിയിട്ട് കിട്ടി. അപ്പോൾ ഇതിൻ്റെ മാത്രം പേര് കിട്ടിയില്ല. അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഈ ചെടി ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ ഒരു തണ്ട് നട്ടുപിടിപ്പിച്ചിട്ടാണ്. നമ്മളിത് വേറെയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പൂച്ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമ്മൾ പൂച്ചെടികൾക്കൊക്കെ ചെയ്യുന്ന വളപ്രയോഗമൊക്കെ പറയാം. ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ചെടികൾ നന്നായിട്ട് വളർന്നു വരുന്നതിന് വേണ്ടിയിട്ട് ഈസ്റ്റ് കുളിപ്പിച്ചിട്ടുള്ള ഒരു വളമാണ് ഞാൻ ചെയ്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും അതൊന്ന് കണ്ടു നോക്കണേ. തണ്ട് നട്ട് അത് മണ്ണിൽ വേര് പിടിച്ചു തുടങ്ങുമ്പോൾ മുതൽ നമുക്ക് ഈ വളപ്രയോഗം ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇതാ ഈ ചെടി നമ്മൾ അതുപോലെ തണ്ട് നട്ടുപിടിപ്പിച്ച ചെടിയാണേ. ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി കളറാണിത്. ചെടികൾക്ക് നൽകാവുന്ന മറ്റൊരു നല്ല വളപ്രയോഗമാണ് കഞ്ഞിവെള്ളവും ചായപ്പൊടിയും ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു നല്ലൊരു വളമുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതായിരുന്നു. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതും എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പൂച്ചെടികളെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.